ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ വയനാട് കൽപ്പറ്റയിലുള്ള മയിലാടിപ്പാറയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഒരുപാട് പേരെയൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് നമ്മുടെ മയിലാടിപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുകയായിരുന്നു. പോകാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വൈകുന്നേരം മക്കൾ പറഞ്ഞു, മേമി നമുക്ക് മയിലാടിപ്പാറ പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ആ പാറയുടെ മുകളിൽ എത്തണം നമുക്ക്. ഞങ്ങൾ കൽപ്പറ്റ ടൗണിൽ നിന്ന് നടന്നാണ് പോയത്. വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ കുറച്ചധികം നടക്കാനുണ്ട്. നമ്മൾ കൽപ്പറ്റ ടൗണിൽ നിന്നാണെങ്കിൽ ഏകദേശം 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ കരുതി, കാരണം അത്യാവശ്യം ദൂരം നടക്കാനുണ്ടല്ലോ. അവിടെ എത്തുമ്പോഴത്തേക്കും എന്തായാലും ദാഹിക്കും. കുഴപ്പമൊന്നുമില്ല, അവിടെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ വെള്ളം എടുത്തു. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്. വീടുകളും അതുപോലെ തന്നെ പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. നല്ല രസമാണ് കേട്ടോ പോകുന്ന വഴിയൊക്കെ. ചെറിയ കടകളൊക്കെ ഉണ്ട് ഈ ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ ഞങ്ങൾ സ്നാക്സ് ഒന്നും എടുത്തില്ല. അപ്പോൾ അവരെന്തൊക്കെയോ വാങ്ങി കഴിക്കാനായിട്ട്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ഈ കടയിൽ നിന്ന് മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ നിന്നൊന്നും എടുക്കണമെന്നൊന്നുമില്ല. അതുപോലെ താഴെ വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ്. അവിടെ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ കുറച്ച് നടക്കാനേ ഉള്ളൂ. നടന്നാണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ 2 കിലോമീറ്ററോളം നടക്കണം. പിള്ളേരാണെങ്കിൽ മടുത്തു, കാരണം മേമേ ഒത്തിരി ഉണ്ടോ ഇനി നടക്കാൻ, എത്താറായില്ലേ എന്ന് ചോദിച്ചു. കാരണം അവരിങ്ങനെ നടന്ന് ശീലവും ഇല്ല. ഇപ്പോഴത്തെ പിള്ളേരെ അങ്ങനെയാണല്ലോ. അപ്പോൾ കുറച്ചധികം നടക്കാനുള്ളത് കൊണ്ട് തന്നെ അവർ മടുത്തിരുന്നു. വേഗം വാ എന്ന് പറഞ്ഞ് ഞാൻ തിരക്ക് കൂട്ടി. കാരണം 7 മണി വരെ ഉള്ളൂ. ഞങ്ങൾ ഇപ്പം തന്നെ ഏകദേശം 5:45 സമയം. അപ്പോൾ ഇനി കുറച്ച് നേരമല്ലേ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വേഗം വന്നാലല്ലേ കൂടുതൽ സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരക്ക് കൂട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കയറ്റമൊക്കെ പകുതിയും ഓടിയും നടന്നൊക്കെയാണ് ഞങ്ങൾ മുകളിലേക്ക് കയറുന്നത്. നല്ല രസമാണ്. ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് പോകുന്ന വഴിക്കും. അപ്പോൾ നമ്മൾ ഗേറ്റ് എത്തി. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപയാണ്. കുട്ടികൾക്കാണെങ്കിൽ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ആദ്യമൊന്നും ഇങ്ങനെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ടിക്കറ്റൊക്കെ വന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ മയിലാടിപ്പാറയിലെത്തി. ഇതാണ് നമ്മുടെ മയിലാടിപ്പാറ എന്ന് പറയുന്നത്. നല്ല രസമാണ്. ഈവനിങ് ടൈം ആയതുകൊണ്ട് എന്തായാലും ഞങ്ങൾ സൺസെറ്റിംഗ് ഒക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്തായാലും വന്നതല്ലേ. ഞങ്ങൾ കാര്യം പറഞ്ഞാൽ കൽപ്പറ്റയിലാണ് താമസമെങ്കിലും അങ്ങനെ വരാറൊന്നുമില്ല. അപ്പോൾ എന്തായാലും വരാമെന്ന് കരുതി അങ്ങനെ ഇന്ന് ഇറങ്ങിയതാണ്. നല്ല രസമാണ് കേട്ടോ ഇവിടെയുള്ള വ്യൂ. നമുക്ക് ഇതാണ്, ഇവിടെ ഒരു ചെറിയ പാറക്കുളമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ടെമ്പിൾ ഉണ്ട്. പൂജയും കാര്യങ്ങളൊന്നുമില്ല, ജെയിൻ ടെമ്പിളാണ്. നല്ല രസമാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നമുക്ക് കൽപ്പറ്റ ടൗൺ മൊത്തം കാണാനായിട്ട് സാധിക്കും. ഈവനിങ് ആകുമ്പോഴത്തേക്കും നല്ല രസമാണ്. ചെറിയ കോടയൊക്കെ ഉണ്ട്. മഴയൊക്കെ ഉള്ള കാരണം മുകളിൽ നിന്ന് ഞങ്ങൾ മാങ്ങയൊക്കെ ഇരുന്ന് കഴിച്ചു. കാരണം ഞങ്ങൾ മടുത്തിരുന്നു. അടിപൊളിയാണ്. ഒരുപാട് പേര് വന്നിരുന്നു, ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബുദ്ധൻ്റെ കാൽപ്പാട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കയറി കണ്ടു. അതുപോലെ തന്നെ സൺസെറ്റിംഗ് ഒക്കെ കണ്ടു. നല്ല രസമായിരുന്നു കേട്ടോ. വീഡിയോയിൽ എനിക്ക് അത്ര ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും മയിലാടിപ്പാറയിലെ വൈകുന്നേരത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.